വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. മക്കളെ, നമ്മൾ എംസാറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കെമിസ്ട്രിയുടെ പ്രിപ്പറേഷനാണ് നമ്മൾ ഇന്ന് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും ഇത്തരത്തിലുള്ള ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകളൊക്കെ നടക്കുമ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കോമ്പറ്റീഷൻ, വളരെ ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് നല്ല സ്കോറൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ കോമ്പറ്റീഷൻ എക്സാമും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എക്സാം വൈ ലേണിംഗ് ഇത്തരത്തിലുള്ള എല്ലാ കോമ്പറ്റീഷൻ എക്സാമുകൾക്കും നമ്മൾ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നൽകുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ള ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്കുള്ള ഒരു ഹോൾ സൊല്യൂഷനാണ്. 1 ഇയർ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോമ്പറ്റീഷൻ എക്സാമിൻ്റെ അതേ മെത്തേഡിൽ ഓരോ കൺസെപ്റ്റുകളും ഡീപ്പ് ആൻഡ് സ്ട്രോങ് ആയിട്ട് പഠിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നമ്മൾ എംസാറ്റ് പോലുള്ള എക്സാം ഒക്കെ ആണെങ്കിൽ നമ്മളതിന് ഫ്രീ കോച്ചിങ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു മോട്ടിവേഷൻ ആയിട്ട് എന്ത് ചെയ്യണം, മാറേണ്ടതുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഈ എക്സാം എഴുതുന്ന മുഴുവൻ കുട്ടികൾക്കും എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കതും കൂടി എന്ത് ചെയ്യട്ടെ, ഉപകാരപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ നമുക്കറിയാം കൂടുതലും അതിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ആസിഡ് ബേസ് സാൾട്ട് ചാപ്റ്റർ ഉണ്ട്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഉണ്ട്, അതേപോലെ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, കാർബൺ കോമ്പൗണ്ട്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിലെ സിലബസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസറുകൾ പറയാൻ റെഡി ആയിട്ട് നിന്നോളി. റെഡി? ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും അതിൻ്റെ ആൻസർ ABCDയിൽ ഏതാണെന്ന് എന്ത് ചെയ്യുക, പറയാൻ റെഡി ആയിട്ട് നിൽക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട്, തുടങ്ങാം. ഓക്കെ, എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ആൻറ്റാസിഡ്സ് കണ്ടെയ്ൻ. ആൻറ്റാസിഡിൽ വീക്ക് ബേസ് ആണോ, വീക്ക് ആസിഡ് ആണോ, സ്ട്രോങ് ബേസ് ആണോ, സ്ട്രോങ് ആസിഡ് ആണോ, എന്താണുള്ളത്? എന്താണ് ആൻറ്റാസിഡ് എന്ന് എല്ലാവർക്കും അറിയാം. എന്താ ആൻറ്റാസിഡ്? നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് എന്ത്, ആൻറ്റാസിഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും സ്ട്രോങ് നമുക്കറിയാം ആസിഡ് ആണല്ലോ നമ്മുടെ സ്റ്റൊമക്കിലുള്ളത്. ആ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വീക്ക് ബേസ് വേണോ, സ്ട്രോങ് ബേസ് വേണോ? ആൻറ്റാസിഡിൽ പൊതുവെ വീക്ക് ബേസ് ആണ് ഉണ്ടാവുക. അലുമിനിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ ഹൈഡ്രോക്സൈഡുകളാണ് പൊതുവെ ആൻറ്റാസിഡ് ആയിട്ട് എന്ത് ചെയ്യാറുള്ളത്, കൊടുക്കാറുള്ളത്. അത് വീക്ക് ബേസ് ആണ് കൊടുക്കുക. ഓക്കെ, അപ്പോഴാണ് ന്യൂട്രലൈസ് ചെയ്ത് നമുക്കത് റിലീഫ് കിട്ടുന്നത്. റെഡി? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മിനറൽ ആസിഡ്? അപ്പോൾ ആസിഡ് ബേസ് ഓരോ ക്വസ്റ്റ്യൻ കണ്ടാലോടാ ഇത് ഏത് ചാപ്റ്റർ ആണ്, ഏത് ടോപ്പിക്കാണ്, അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ, ഒരു മിനറൽ ആസിഡ് അല്ലാത്തത് ഏത്? അപ്പോൾ 2 ടൈപ്പ് ആസിഡുകളാണ് ഉണ്ടാവുക. ഓക്കെ, മിനറൽ ആസിഡ് ഉണ്ട്, ഓർഗാനിക് ആസിഡ് ഉള്ള ആസിഡുകളുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇതൊക്കെ മിനറൽ ആസിഡുകളാണ് മക്കളെ. ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl മിനറൽ ആസിഡ് ആണ്. അതേപോലെ സൾഫ്യൂരിക് ആസിഡ് H2SO4 മിനറൽ ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് HNO3 മിനറൽ ആസിഡ് ആണ്. ഇതൊക്കെ മിനറൽ ആസിഡാണ്. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുള്ള അസറ്റിക് ആസിഡ്, അല്ലെങ്കിൽ സിട്രിക് ആസിഡ്, ഫോമിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഇങ്ങനെ കുറേ നമ്മൾ വെജിറ്റബിൾസിലും ഫ്രൂട്ടിലൊക്കെ ഉള്ള ഓർഗാനിക് ആസിഡുകൾ ഉണ്ടല്ലോ, അതൊന്നും എന്തല്ല, മിനറൽ ആസിഡ് അല്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കുറച്ചുകൂടി കറക്റ്റ് പറയുകയാണെങ്കിൽ COOH കാർബോക്സിലിക് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നവരൊന്നും എന്തല്ല, മിനറൽ ആസിഡ് അല്ല. അത് പൊതുവെ ഓർഗാനിക് ആസിഡ് ആയിട്ടാണ് ഉണ്ടാവുക. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ യെസ്, B. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എന്തായാലും പറയണേ, കമൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിന്നോ. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകണം. എ സൊല്യൂഷൻ റിയാക്ട് വിത്ത് ക്രഷ്ഡ് എഗ് ഷെൽസ് ടു ഗിവ് എ ഗ്യാസ് that turns lime water milky, the solution contains. ഏതാണ് സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് ക്രഷ്ഡ് എഗ് ഷെല്ലുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഒരു ഗ്യാസ് ഉണ്ടായി. ആ ഗ്യാസ് ലൈം വാട്ടറിനെ മിൽക്കിയാക്കി. മക്കളെ, ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാരെ കുറിച്ചാണ് പറയുന്നത്. ഒരു ആസിഡാണ്. ആ ആസിഡ് ക്രഷ്ഡ് എഗ് ഷെല്ല് ആരാടാ? എഗ് ഷെല്ല് നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ ആസിഡ് കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസ് ഉണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകും. അത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ നമ്മുടെ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേൺസ് ടു മിൽക്കി കളറായിട്ട് മാറും. ആ മിൽക്കി കളറാവാനുള്ള കാരണം എന്താ മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കാൽഷ്യം
കാർബണേറ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ആ സൊല്യൂഷന് മിൽക്കി കളറാവാനുള്ള കാരണം. അപ്പോൾ ആസിഡും കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും എന്നുള്ളത് ചെറിയ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഇതിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ആസിഡ് ആരാ നോക്കിയാൽ മതി. NaCl നമുക്കറിയാം സാൾട്ടാണ്, അതേപോലെ NaOH നമുക്കറിയാം ബേസ് ആണ്. ആസിഡായിട്ട് ഇവർ രണ്ടുപേരും ഉള്ളത്. അപ്പോൾ ഒന്ന് സ്ട്രോങ് ആസിഡാണ്, മറ്റേത് വീക്ക് ആസിഡാണ്. ഏതാ നമുക്ക് എടുക്കേണ്ടത്? ഓഫ് കോഴ്സ് HCl അല്ലേ. കാൽഷ്യം കാർബണേറ്റ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്തപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുക. കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് കൂടിയാണ് എന്ത്? ലൈം വാട്ടറിലൂടെ അഥവാ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലൂടെ പാസ് ചെയ്താൽ ഇറ്റ് വിൽ ടേൺസ് ടു മിൽക്കി കളർ. ഇത് ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമ്പിൾ എസ്പെഷ്യലി കാർബൺ ഡൈ ഓക്സൈഡും ആസിഡും ഒക്കെ ആയിട്ടുള്ള റിയാക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പല രൂപത്തിലാണ് ചോദിക്കുക എന്ന് മാത്രം, ഇവിടെ ഇങ്ങനെ ചോദിച്ചു എന്ന് മാത്രം. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരും. കിട്ടിയിരുന്നോ? ഓക്കെ. യെസ്. അടുത്തത്, which of the following options shows the correct arrangement of different substances with increasing pH value? അപ്പോൾ pH വാല്യൂവിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഇവയെ അറേഞ്ച് ചെയ്തതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഏതാണ് എന്നാണുള്ളത്. ഓക്കെ. യെസ്. റെഡി. അപ്പോൾ ഇത് കണ്ടെത്താൻ മനസ്സിലാക്കാം. ഒരുപാട് ആസിഡ് ഉണ്ട്, അതേപോലെ തന്നെ ബേസ് ഉണ്ട്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് pH വാല്യൂ ആണ്. എടാ pH വാല്യൂ ഏറ്റവും കുറവായിരിക്കുക. pH വാല്യൂ നമുക്കറിയാലോ 0 മുതൽ 14 വരെയാണ് ഉണ്ടാവുക അല്ലേ. 0 മുതൽ 7 വരെ ആസിഡ് ആണ്. അപ്പോൾ ഏറ്റവും ലോ pH ആയിരിക്കും എവിടെ ഉണ്ടാവുക? ലോ pH ആയിരിക്കും ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ. അതാരായിരിക്കും? സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും ഉണ്ടാവുക, ആണല്ലോ. 7ലേക്ക് പോകും തോറും pHന്റെ വാല്യൂ കൂടുന്തോറും അവിടെ വീക്കായിട്ടുള്ള ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ എബോ 7 ആണെങ്കിലോ അവിടെ നമുക്കറിയാം വീക്കായിട്ടുള്ള ബേസ് ആയിരിക്കും ഉണ്ടാവുക. 14ലേക്ക് പോകും തോറും എന്തായി മാറും? അത് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആയിട്ട് മാറും. ഇതാണ് അവിടെ നമ്മൾ പഠിക്കേണ്ട തിയറി. അപ്പോൾ pH ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡ്, പിന്നെ വീക്ക് ആസിഡ്, പിന്നെ pH കൂടുമ്പോൾ വീക്ക് ബേസ്. അതിനിടയിൽ സാൾട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം 7 ആയിരിക്കും സാൾട്ടിൻ്റെത് ഏകദേശം വരിക. ദെൻ 14 എത്തുമ്പോൾ സ്ട്രോങ് ബേസ്. ഓക്കെ. ആ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഇതിലേതാ വരിക? ഒന്ന് ഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കിക്കേ, വേഗത്തിലൊന്ന് വായിച്ച് നോക്കിയിട്ട് ഇതിലേതാണ് ഓപ്ഷൻ വരിക? അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്കായിട്ടുള്ള ബേസ് ആണ്, അപ്പോൾ അത് ഏതായാലും അല്ല. ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ്, കറക്റ്റാണ്, ഒന്ന് കറക്റ്റാണ്. അസറ്റിക് ആസിഡ് വീക്കായിട്ടുള്ള ആസിഡാണ്, അടുത്തും കറക്റ്റാണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്കായിട്ടുള്ള ബേസാണ് അമോണിയം ഹൈഡ്രോക്സൈഡ്. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ്. ഓപ്ഷൻ ഏതാ വരിക മക്കളെ? യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ വരണം. റെഡി? pHന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബി സ്റ്റിങ്സ് ക്യാൻ ബി ട്രീറ്റഡ് വിത്ത്. ബി സ്റ്റിങ്സ് അല്ലേ, നമ്മൾ ബി കടിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു അല്ലേ വേദനയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും. അതിനെ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം? ബി സ്റ്റിങ്സിലുള്ള ആസിഡ് ഏതാ? യെസ്, ഫോമിക് ആസിഡ് ആണ്. ബി സ്റ്റിങ്സിലും ആൻഡ് സ്റ്റിങ്സിലൊക്കെ ഉള്ളത് ഫോമിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡ് ആണ്. അത് ആസിഡാണ്. അതിനെ ക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഒരു വീക്കായിട്ടുള്ള ബേസ് വേണം. ഇതിലുള്ള വീക്ക് ബേസ് ആരാണ്? ഇത് ആസിഡാണ്, വിനെഗർ ആസിഡാണ്. അതേപോലെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസ് ആണ്, എന്നാൽ നമുക്ക് വീക്ക് ബേസ് മതി. ഓപ്ഷൻ ബി സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അഥവാ സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ആരായിരുന്നു? വാഷിംഗ് സോഡയായിരുന്നു അല്ലേ. അപ്പോൾ ജസ്റ്റ് വാഷിംഗ് സോഡ ഇട്ടാൽ മതി, നമുക്ക് കുറച്ചും കൂടി ക്യൂർ കിട്ടും. ഓക്കെ. അപ്പോൾ അവിടെ ബീ സ്റ്റിങ്ങിന് പകരം വാസ്പ് ആയിരുന്നെങ്കിലോ, കടന്നലായിരുന്നെങ്കിലോ, വാസ്പ് ഇഞ്ചക്ട് ചെയ്യുന്നത് ബേസാണ് ഇഞ്ചക്ട് ചെയ്യുക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രൂപത്തിൽ ആസിഡിനെ, മൈൽഡ് ആസിഡുകളെയാണ് എന്ത് ചെയ്യുക? അസറ്റിക് ആസിഡ് പോലെയുള്ള മൈൽഡ് ആസിഡിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ബീ സ്റ്റിങ് ആയതുകൊണ്ടാണ് നമ്മൾ വീക്ക് ആയിട്ടുള്ള ബേസിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. റെഡിയാണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറയോ? യെസ്, പറയട്ടെ. ദ കോമ്പൗണ്ട് Na2O, Al2O3 ആൻഡ് SO2 3 ഓക്സൈഡുകളെ കൊടുത്തിട്ടുണ്ട്.
അത് റെസ്പെക്റ്റീവ്ലി അസിഡിക് ആണോ, ബേസിക് ആണോ, ആംഫോട്ടറിക് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യെസ്, സോഡിയം ഓക്സൈഡ് അസിഡിക്കോ ബേസിക്കോ? എന്താണ് അതിനൊക്കെ ഉത്തരം കറക്റ്റ് കിട്ടണം കേട്ടോ. സോഡിയം ഓക്സൈഡ് ഈസ് ബേസിക്. കാരണം എന്തേ? മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. അലുമിനിയം ഓക്സൈഡോ? മെറ്റാലിക് ഓക്സൈഡ് ആണ്, പക്ഷേ അത് ആംഫോട്ടറിക് ആണ്. സിങ്ക് ഓക്സൈഡും അലുമിനിയത്തിന്റെ ഓക്സൈഡും എന്താണ്? ആംഫോട്ടറിക്, വിച്ച് ഷോ ബോത്ത് ബേസിക് ആൻഡ് അസിഡിക് നേച്ചർ. റെഡി? രണ്ടും കാണിക്കുന്നവരെയാണ് നമ്മൾ ആംഫോട്ടറിക് എന്ന് വിളിക്കുക. SO2 നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക്. SO2, CO2, NO2 ഒക്കെ എന്താണ്? അസിഡിക് ആയിരിക്കും. അപ്പൊ ബേസിക്, ആംഫോട്ടറിക്, അസിഡിക്. ഏത് ആൻസർ വരിക? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ബേസിക്, ആംഫോട്ടറിക്, അസിഡിക് വരുന്നതാണ് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ പറഞ്ഞ സംഗതി നോൺ മെറ്റൽസ് എന്നുള്ള പാർട്ടിലും വരാം, അസിഡിക് ബേസിക് എന്നുള്ള ചാപ്റ്ററിലും രണ്ടിലും ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ മക്കളെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ഓർ? യെസ്, അപ്പൊ നമ്മൾ മെറ്റലുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കോൺസെൻട്രേഷൻ മെത്തേഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ നിന്നും കിട്ടുന്ന ഓറിനെ അതിൻ്റെ ഏറ്റവും ഔട്ട്സൈഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സായിരുന്നു കോൺസെൻട്രേഷൻ. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്? ഗ്രാവിറ്റി സെപ്പറേഷൻ അതിൽപ്പെട്ടതാണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അതിൽപ്പെട്ടതാണ്. മാഗ്നറ്റിക് സെപ്പറേഷൻ അതും അതിൽപ്പെട്ടതാണ്. വേറെ ഒന്നും കൊണ്ടായിരുന്നല്ലോ, ലീച്ചിങ് അല്ലെ, ഒരു കെമിക്കൽ മെത്തേഡായിരുന്നു ലീച്ചിങ്, അതും പെട്ടതാണ്. പക്ഷേ കാൽസിനേഷൻ അതിൽപ്പെട്ടതല്ല. കാൽസിനേഷൻ എന്താ? ഈ പറഞ്ഞ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ ഓക്സൈഡ് ആക്കുന്ന പ്രോസസ്സായിരുന്നു കാൽസിനേഷൻ അല്ലേ. അപ്പോൾ ഇതൊക്കെ പേരുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിളുകളായിരിക്കും ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ നമ്മൾ എക്സാമിന് ചോദിച്ചോളണമെന്നില്ല. പകരം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇത് പഠിക്കുമ്പോൾ ഇതേ രൂപത്തിലുള്ള ഇതിൻ്റെ എക്സാമ്പിളുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ആൻസറുകൾ എക്സാം ക്വസ്റ്റ്യൻ കാണുമ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ടതുണ്ട്, ഇന്ന് കണക്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ഇത് മെറ്റൽസ് ആണ് ചാപ്റ്റർ, ഇത് മെറ്റലർജി ആണ് അഥവാ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ കോൺസെൻട്രേഷൻ ആണ്, അതിൽ തന്നെ 4-5 മെത്തേഡ് ഉണ്ടായിരുന്നു. അതിൽ ആരെ പറഞ്ഞിട്ടില്ല? ഈ പറഞ്ഞ ലീച്ചിങ് ഒന്നും കാണുന്നില്ല, പകരം കാൽസിനേഷൻ ആണുള്ളത്. കാൽസിനേഷൻ ആ മെത്തേഡ് അല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിത്തിൻ 1 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണടാ വരണം. അപ്പം ആൻസർ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. കെലാമിൻ ഈസ് ദ ഓർ ഓഫ്. അപ്പോൾ ഓറുകളുടെ പേരുകൾ പഠിക്കണം. ഏത് മെറ്റലാ? അതിൻ്റെ ഓറുകൾ ആരൊക്കെയാണ്? ഇപ്പം അയേണിൻ്റെ ഓറ്, അലുമിനിയത്തിൻ്റെ ഓറ് അല്ലേ. അയേണിൻ്റെ ഓറ് ഏതൊക്കെയായിരുന്നു മക്കളെ? പറയാൻ പറ്റുമോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. അയേണിൻ്റെ ഓറ് ഏതൊക്കെയായിരുന്നു? അയേണിൻ്റെ ഓറ് ഏതൊക്കെയാണ്? യെസ്, ഏതൊക്കെയാണ് അയേണിൻ്റെ ഓറ്? വരട്ടെ. അയേണിൻ്റെ ഓറ് നമുക്കറിയാം. Fe2O3.2H2O ബോക്സൈറ്റ് ഉണ്ട് അല്ലേ. അതേപോലെയുള്ള ഓറുകളുടെ പേര് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോറി, ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ ഓറായിരുന്നു. ഹേമറ്റൈറ്റ്, Fe2O3 വരുന്നത് ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. അതേപോലെ മാഗ്നറ്റൈറ്റ് Fe3O4 വരുന്നുണ്ട്. ബോക്സൈറ്റ് ആരാ? നമ്മുടെ അലുമിനിയത്തിൻ്റെ ഓറാണ്. Al2O3.2H2O. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മാറിപ്പോയി അല്ലേ. ആ 2H2O വരുന്നത് ബോക്സൈറ്റിലാണ്. കോപ്പറിൻ്റെ ഓർ നോക്കിക്കേ. കോപ്പർ ഗ്ലാൻസ് ഉണ്ട്, കോപ്പർ പൈറൈറ്റ്, കുപ്രൈറ്റ് ഒക്കെ ഉണ്ട്. സിങ്കിൻ്റെ ഓറാണ് മക്കളെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ച കെലാമിൻ. കെലാമിൻ അതേപോലെ സിങ്ക് ബ്ലെൻഡ്. അത് സിങ്ക് കെലാമിൻ്റെ കാർബണേറ്റ് ഓറാണ്. സിങ്ക് ബ്ലെൻഡോ സൾഫൈഡ് ഓർ. ആ പേരൊക്കെ നോക്കണേ. മെർക്കുറിയുടെ ഓറാണ് സിന്നബാർ. ലെഡിൻ്റെ ഓറാണ് ഗലീന. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊക്കെ അറ്റ്ലീസ്റ്റ് ഇത്രയും ആൾക്കാരെങ്കിലും എന്ത് ചെയ്യണം? നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതിൽ കെലാമിന്, സിന്നബാർ, ഗലീനൊക്കെ സ്ഥിരമായിട്ട് ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. സോ കെലാമിൻ ഈസ് ദ ഓർ ഓഫ് ആരാണ്? നമ്മുടെ സിങ്ക് ആണ് ആൻസർ ആയിട്ട് വരിക. The metal used to extract by self reduction process. Okay, reduction processിലൂടെ സെൽഫ് റിഡക്ഷൻ നടന്നുകൊണ്ട് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഏത് മെറ്റലാണ്? ഓക്കെ, അപ്പോൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പല പ്രോസസ്സും ഉണ്ട് അല്ലേ. റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്യാം. നമുക്കറിയാം അലുമിനിയിൽ നിന്നും അലുമിനിയം മെറ്റലിനൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഇലക്ട്രിസിറ്റിയാണ് റെഡ്യൂസിങ് ഏജന്റ്. അയേണിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ കാർബൺ മോണോക്സൈഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ്. എന്നാൽ സെൽഫ് റിഡക്ഷൻ നടന്നുകൊണ്ട് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ആർക്കാണ്? ആൻസർ ഈസ് യെസ്, സി. ഓപ്ഷൻ സി, CU.
കോപ്പർ, മെർക്കുറി, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, സെൽഫ് റിഡക്ഷൻ വഴി എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ അറിയിക്കണം. കോപ്പറും മെർക്കുറിയും സെൽഫ് റിഡക്ഷൻ വഴി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കൂ നിങ്ങൾ, ഒരു നോൺ മെറ്റൽസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഓഫ് കോമ്പണൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസ്. ഇത് വളരെ സിമ്പിളാണ്. അറ്റ്മോസ്ഫിയറിക് ഗ്യാസിൻ്റെ കറക്റ്റ് ആ കോമ്പോസിഷൻ: നൈട്രജൻ 72, 71, 78. ഏതാ വരിക? 78 ആണ് നൈട്രജൻ. ഓക്സിജൻ ഓൾമോസ്റ്റ് 21 ആണ്. ആർഗൺ 0.9 ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 78, 21, ദെൻ ആർഗൺ 0.9. ഫോർത്ത് പൊസിഷനിൽ ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ്. ബാക്കി എല്ലാവരും കൂടി വാട്ടറും SO2ഉം NO2ഉം അല്ലേ, അങ്ങനെ കുറേ ഗ്യാസസ് ഉണ്ടല്ലോ, മീഥേനൊക്കെ ബാക്കിയുള്ള വളരെ %% ഉള്ളൂ. വൈ എ നൈട്രജൻ മോളിക്യൂൾ ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ് കെമിക്കലി. അപ്പോൾ നോൺ മെറ്റൽസുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കളെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ടേമുകളൊക്കെ ഒന്ന് നോക്കുക. അറ്റോമിക് റേഡിയസ് വളരെ കുറവാണ്, അതുകൊണ്ടായിരിക്കുമോ അത്? നമുക്കറിയാം നൈട്രജൻ പൊതുവെ എന്ത് ചെയ്യാറില്ല, റിയാക്ട് ചെയ്യാറില്ല. അത്ര ഹൈഡ്രജൻ പോലെ ഓക്സിജൻ പോലെ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. പൊതുവെ ഇനാക്റ്റീവ് ആണ് ആര്? നൈട്രജൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ അറിയോ? നൈട്രജനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നൈട്രജനിൽ ട്രിപ്പിൾ ബോണ്ടാണ്. ഈ ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. ഈ ബോണ്ട് നമുക്കറിയാലോ, കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഡിസോസിയേഷൻ എനർജി. അത് ഡിസോസിയേറ്റ് ചെയ്യാൻ, ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി വേണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മളുണ്ടോ ഈ ഒരു ടേം കേട്ടിട്ടില്ലെങ്കിൽ പോലും ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റണം. നൈട്രജന് ട്രിപ്പിൾ ബോണ്ടാണ്, അത് പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യൂല. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി വേണം. സോ ഹൈ ഡിസോസിയേഷൻ എനർജിയാണ് ഈ പറഞ്ഞ നൈട്രജൻ ഇൻആക്റ്റീവ് ആവാനുള്ള റീസൺ ആയിട്ടുള്ളത്. ഓക്കെ, കൊവാലന്റ് ബോണ്ട് ആയിരുന്നു, ഓൾറെഡി നമുക്ക് അറിയേണ്ടതാണ്. ഡാഷ് ആർ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ആൻഡ് H2SO4. അമോണിയയുടെ പ്രൊഡക്ഷനെയും H2SO4 സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷനെയും നമ്മൾ വിളിക്കുന്ന പേര് കോണ്ടാക്ട് പ്രോസസ്, ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ്, ഓസ്വാൾഡ് പ്രോസസ്. ഓസ്വാൾഡ് പ്രോസസ്, കാർബണൈലൈസേഷൻ പ്രോസസ്. ഹേബർ പ്രോസസ്, കോണ്ടാക്ട് പ്രോസസ്. ആൻസർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അമോണിയയുടെ പ്രിപ്പറേഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഹേബർ പ്രോസസ്. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തുകൊണ്ട് അമോണിയ ഉണ്ടാവുക, അതാണ് ഹേബർ പ്രോസസ്. ഓക്കെ, അതേപോലെ നമ്മുടെ സൾഫർ യൂസ് ചെയ്തുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഏത്? കോണ്ടാക്ട് പ്രോസസ് കേട്ടോ. ഓസ്വാൾഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ഓസ്വാൾഡ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരിക, ഹേബർ പ്രോസസ്സും കോണ്ടാക്ട് പ്രോസസ്സും. ദ നമ്പർ ഓഫ് കൊവാലന്റ് ബോണ്ട്സ് ഇൻ ബ്യൂട്ടൈൻ ഈസ്. ബ്യൂട്ടൈനിലുള്ള കൊവാലന്റ് ബോണ്ടുകളുടെ എണ്ണം 6, 8, 13, 18. ബ്യൂട്ടൈനിലുള്ള കൊവാലന്റ് ബോണ്ട് ചാപ്റ്റർ ഏതാ? യെസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ്. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ടിൽ നമുക്കറിയാം ബ്യൂട്ടൈൻ ആരാ മക്കളെ? C4H10. ബ്യൂട്ട് 4 കാർബൺ, അതിൻ്റെ ഡബിൾ +2 ഉണ്ടാകും ഒരു ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഇയാൾ നമ്മൾ വരയ്ക്കൽ എങ്ങനെയാണ് വരയ്ക്കുക അല്ലേ? CH3, CH2, CH2, CH2. ഒരു കാർബൺ, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, അത് ഷോർട്ടാക്കി ഇതിയാണ് H3. ഈ കാർബണോ അല്ലേ, ലെഫ്റ്റിലും റൈറ്റിലും നിയർ കാർബണുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. നമുക്കറിയാം കാർബൺ ആണോ ടോട്ടൽ 4 ബോണ്ടേ പാടുള്ളൂ. നോക്കൂ, ഈ കാർബൺ ഒറ്റ ബോണ്ടേ ഇവിടുത്തെ കാർബണുമായിട്ടുള്ളൂ, ബാക്കി 3 ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ CH3 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, കാർബൺ അയാൾ 3 ഹൈഡ്രജൻ, അപ്പോൾ ഇവിടെ 3. ഈ കാർബൺ ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. പുറമെയോ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, അപ്പോൾ ടോട്ടൽ 3. അപ്പോൾ 3 + 2 + 2 + 3, അവിടെ 10 ആയി, +3 എത്രയായി മക്കളെ? 13. ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 13 കൊവാലന്റ് ബോണ്ട് ഉണ്ട്. സംശയമുള്ളവർ ഓരോ ബോണ്ടും എന്ത് ചെയ്യുക, ഒന്ന് വരച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓരോ ബോണ്ടും വരച്ചു നോക്കിയാൽ മതി. റെഡി? 100% പ്യുവർ എത്തനോൾ ഈസ് കോൾഡ്. എത്തനോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അയാളുടെ 100% നമ്മൾ വിളിക്കുന്ന പേരെന്താ? റെക്ടിഫൈഡ് സ്പിരിറ്റ്, അബ്സല്യൂട്ട് ആൽക്കഹോൾ, ഡീനാച്ചുറഡ് ആൽക്കഹോൾ, പവർ ആൽക്കഹോൾ. ഓപ്ഷൻ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നുള്ളതാണ്.
മക്കളെ പലതരത്തിലുള്ള ആൽക്കഹോൾ ഉണ്ട്. ആൽക്കഹോൾ ആരാ? എത്തനോളാണ്. അത് ഡിഫറെൻറ്റ് ടൈപ്പാണ്. വാഷ് എന്നുള്ള പേരുണ്ട്. 8 to 10% എത്തനോളാണ് ആര്? വാഷ്. 95.6% ആണ് ആര്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഓൾമോസ്റ്റ് 100% അല്ലെങ്കിൽ 99% ആണ് ആര്? അബ്സല്യൂട്ട് ആൽക്കഹോൾ. മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എത്തനോളിനെ നമുക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം യൂസിങ് വിത്ത് പെട്രോൾ. ദെൻ ഡീനാച്ചുറഡ് സ്പിരിറ്റ് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. വ്യാജ മദ്യ ദുരന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താ? ആൽക്കഹോളിലേക്ക് മെത്തനോൾ പോലെയുള്ള പോയിസൺ സബ്സ്റ്റൻറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ കുടിക്കാൻ പറ്റൂല. അങ്ങനെ ആ സ്പിരിറ്റിനെ ഡീനാച്ചുറഡ് ചെയ്ത സ്പിരിറ്റാണ് ഇത്. ഡീനാച്ചുറഡ് സ്പിരിറ്റ് വിച്ച് ഈസ് വെരി പോയിസൺ, ഇറ്റ് മേ ലീഡ്സ് ടു ദ ഡെത്ത്. അപ്പോൾ അതാണ് ഇത് ഡീനാച്ചുറഡ് സ്പിരിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇപ്പോൾ കലാഭവൻ മണിയുടെയൊക്കെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ എത്തനോളിലേക്ക് കുറച്ച് മെത്തനോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഥവാ ഡീനാച്ചുറഡ് സ്പിരിറ്റ് ആയിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെ പേപ്പറിലൊക്കെ ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും? അത് മരണത്തിലേക്ക് വരെ എത്തിക്കും. ഈ പറഞ്ഞ ആബ്സല്യൂട്ട് ആൽക്കഹോളാണിത് ഏറ്റവും പ്യുവറായിട്ടുള്ള ആൽക്കഹോൾ ആയിട്ടുള്ളത്. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വിട്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യണം? വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ടിട്ടുണ്ട് കേട്ടോ. കമൻ്റ് ആയിട്ടിട്ടുണ്ടേ. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ടൻ വിൽ നോട്ട് ഗീവ് ദ പ്രോഡക്റ്റ് സോഡിയം അസറ്റേറ്റ്? ഇയാളെ വിളിക്കുന്ന പേരാണ് മക്കളെ സോഡിയം. ഇതാണ് അസറ്റേറ്റ്. ഈ പ്രോഡക്റ്റ് കിട്ടാൻ പാടില്ല. ഈ പ്രോഡക്റ്റ് കിട്ടാത്ത റിയാക്ഷൻ ഏത്? കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ആലോചിച്ചാൽ കിട്ടും. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യം അറിയാം. ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ആരെ ഡിസ്പ്ലേസ് ചെയ്യും? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ അസറ്റിക് ആസിഡും സോഡിയം കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരുണ്ടാകും? സോഡിയം അസറ്റേറ്റ് ഉണ്ടാകും. ഒറ്റ ക്ലൂ ഞാൻ തന്നു. എങ്കിൽ അസറ്റിക് ആസിഡും ആൽക്കലിയും കൂടി റിയാക്ട് ചെയ്താലോ? ആൽക്കലിയും ആസിഡും കൂടി റിയാക്ട് ചെയ്താൽ നമുക്ക് എന്താ സംഭവിക്കുക നമുക്കറിയാം. അസറ്റിക് ആസിഡ് കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക നമുക്കറിയാം. അസറ്റിക് ആസിഡ് മെത്തനോളുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എല്ലാ ക്ലൂവും ഞാൻ തന്നു കഴിഞ്ഞു. ഈ പറഞ്ഞ സോഡിയം അസറ്റേറ്റ് ഉണ്ടാവാനുള്ള 3 റിയാക്ഷൻ ഇവിടെ ഉണ്ട്, ഒന്ന് മാത്രമാണ് ഇല്ലാത്തത്. അത് ABCDയിൽ ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് തരിക. നിങ്ങൾ ആൻസർ ആയിട്ട് ഈ വീഡിയോ മുഴുവൻ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് കോമ്പറ്റീഷൻ എക്സാമിൽ പ്രതീക്ഷിക്കാം. എന്ത് ചെയ്യുക? ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾ നമ്മുടെയൊക്കെ അടുത്തുണ്ട്. അതൊക്കെ എഴുതുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുക. എക്സാം ബൈ ലേണിംഗ് എപ്പോഴും പറഞ്ഞതാണ് സ്റ്റാർട്ട് ഏർലി അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10th നിന്നല്ല കോമ്പറ്റീഷൻ എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. ഒരു 6th മുതൽ 7th മുതലൊക്കെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് പിന്നെന്താ പറയുക, ഓൾറെഡി പ്രാക്ടീസ് ചെയ്തവർക്ക് ഇങ്ങനത്തെ എന്ത് ടഫ് ക്വസ്റ്റ്യൻ കിട്ടിയാലും അതിൻ്റെ ആൻസർ എന്ത് ചെയ്യും? അവർക്ക് അറിയുന്നുണ്ടാകും. ആ രൂപത്തിലുള്ളതാണ് നമ്മുടെ എക്സാം വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നത്? നമ്മളെ സ്റ്റുഡൻസ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അനിയന്മാരോ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റിയ ഒരു സംഗതി എന്ത് ചെയ്യണം? വളരെ നേരത്തെ തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക. ആ രൂപത്തിലുള്ള കോഴ്സുകൾക്കൊക്കെ എന്ത് ചെയ്യുക? അവരെ കൂടി എൻറോൾ ചെയ്യുക. MSAT എക്സാം എന്ത് ചെയ്യണം മക്കളെ? ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി കിട്ടണം. അത് എത്ര തലകുത്തിയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴികൾ എന്ത് ചെയ്യണം? കുറഞ്ഞ സമയത്തിൽ നമ്മൾ കാണണം. അതിന് പരമാവധി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളുമായിട്ടൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഇടപഴകുക. എക്സാം എന്ത് ചെയ്യട്ടെ? അടിപൊളിയാവട്ടെ. സോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. സീ യു സൂൺ. ബൈ.